നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ എൽച്ചെയാണ്. എവേ മത്സരമാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കാണ് കളി നടക്കുന്നത്. എന്ത് പെർഫോമൻസ് ബാഴ്സ നടത്തുന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സീസണാണ്. മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്ക്വാഡിൽ. അറോഹോ പോയി, റോബർട്ട് ലെവൻഡോസ്കി നേരത്തെ പോയി, ഫെറാൻ ടോറസ് പോയി, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പകരം റോഡ്രിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവേശം ടീമിലാകെയുണ്ട്. കൺസേലോ തിരികെ എത്തിയിട്ടുണ്ട്. മുന്നേറ്റത്തിലാണെങ്കിൽ അഡയേമി ഉണ്ട്, ഗോർഡൻ ഉണ്ട്. പക്ഷേ നമ്പർ 9 സ്ട്രൈക്കർ എവിടെ എന്ന ചോദ്യം ബാക്കിയുമുണ്ട്. ഹുലിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി, ഇതുവരെ സക്സസ് ആയിട്ടില്ല. മറ്റൊരു സ്ട്രൈക്കറെ എത്തിക്കുമോ കണ്ടറിയണം. ഹംസ അബ്ദുൽ കരീമിനെ വെച്ച് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതും കണ്ടറിയണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ്. വളരെ എക്സൈറ്റഡ് ആണ് ബാഴ്സ ആരാധകർ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. റോഡ്രി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഇന്നത്തെ മത്സരം കളിക്കാൻ റോഡ്രി ഉണ്ടാവില്ല എന്ന് കോച്ച് ഓൾറെഡി കൺഫേം ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നാളെ മുതലാണ് അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുക. ഗോർഡനും അഡയേമിയും അവരെങ്ങനെയായിരിക്കും ലമീനോടും റാഫിഞ്ഞയോടും കോമ്പീറ്റ് ചെയ്യുക, അത് കണ്ടറിയണം. പക്ഷേ ഒരു ഫോൾസ് 9 രൂപത്തിലും സ്ട്രൈക്കർ രൂപത്തിലുമൊക്കെ ഗോർഡനെയും അഡയേമിയും ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് കോച്ച് പറയുന്ന കൂടി നോക്കുക. അപ്പോൾ മുന്നേറ്റ നിരയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പിന്നെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള യുവതാരങ്ങൾ ഇത്തവണ ബാഴ്സലോണക്കൊപ്പമുണ്ട്. ജെസെ ബിസിവു, ഹംസ അബ്ദുൽ കരീം, ചാവി എസ്പാട്ട്. അദ്ദേഹം വിങ് ബാക്ക് മാത്രമല്ല മധ്യനിരയിലും തനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരികയാണ്. സോ ഈ താരങ്ങളെ കോച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്തും, അതും ഈ സീസണിലെ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പുതിയ ഫിറ്റ്നസ് കോച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അദ്ദേഹത്തിന് പരിക്ക് പലപ്പോഴും ബാഴ്സലോണയെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇത്തവണ മാറ്റം ഉണ്ടാവുമെന്ന് കരുതാം. ക്രിസ്ത്യൻസൻ, പെഡ്രി, റാഫിഞ്ഞ ഇങ്ങനെ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള താരങ്ങളുണ്ട്. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഫെർമിൻ ലോപ്പസും ഓൾമോയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, ആ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അതും ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഫ്ലിക്ക് എങ്ങനെ ഈ പ്ലേയേഴ്സിനൊക്കെ, കാരണം മിക്ക താരങ്ങളും വളരെ മികവുള്ളവരാണ്, അവരെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീസൺ ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ ഇന്ന് എൽച്ചയ്ക്കെതിരെ ആരെയൊക്കെ ഇറക്കും, കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണ്. എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ഗോൾ കീപ്പറായിട്ട് എന്തായാലും ഗാർസി തന്നെയായിരിക്കും. ഡിഫൻസിൽ മാർട്ടിനും കുബാർസിയും സെൻറ്റർ ബാക്കുമാരാവുന്ന കരുതാം. ഇരു പാർശ്വങ്ങളിൽ കൺസേലോയും കൂണ്ടയും. കൺസേലോ ലേറ്റായിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തെങ്കിലും അദ്ദേഹം കളിക്കുമെന്ന് കോച്ച് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെഡ്രിയും ബെർണാലും മധ്യനിരയിലും, ഫെർമിൻ ലോപ്പസ് ഗോളടിക്കാൻ സഹായിക്കാൻ അറ്റാക്കിംഗ് റോളിൽ ഇറങ്ങുന്ന കരുതാം. റാഫിഞ്ഞയും ലമീൻ യമാലും ഇരു പാർശ്വങ്ങളിൽ ഇറങ്ങിയാൽ ഹംസ അബ്ദുൽ കരീം സ്ട്രൈക്കറായിട്ടും ഇറങ്ങാം. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ 11. അതല്ലെങ്കിൽ പിന്നെ സ്ട്രൈക്കർ റോളിൽ ഗോർഡനെയോ അഡയേമിയോ ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോച്ച് ട്രെയിനിങ് സമയത്തൊക്കെ റാഫിഞ്ഞയെ സ്ട്രൈക്കറാക്കിയിട്ടും ഇടതുപാർശ്വത്തിൽ ഗോർഡനെ ഇറക്കിയിട്ടും ഒക്കെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഹംസ മികച്ച നമ്പർ 9 ആണ്. അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവൻ തെളിയിച്ചിട്ടുണ്ട്. കോച്ചിന് വിശ്വാസവുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിൽ എന്ത് സംഭവിക്കും കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.